2026 മാർച്ച് 22 സിറാജ് എഡിറ്റോറിയൽ. ജലം ജീവാമൃതം, വേണം കരുതലുള്ള വിനിയോഗം. അടിക്കടി കുറഞ്ഞുവരികയാണ് ശുദ്ധജല ലഭ്യത. നദികളിലെ ജലനിരപ്പ് താഴ്ന്നുകൊണ്ടിരിക്കുന്നു. പല രാജ്യങ്ങളിലും ജനങ്ങളിൽ പകുതിയിലേറെ പേർക്കും ശുദ്ധജലം ലഭിക്കുന്നില്ല. പ്രകൃതിദത്തമായ ശുദ്ധജല ലഭ്യതയുടെ അഭാവം മൂലം അത്യാധുനിക യന്ത്രങ്ങളുടെ സഹായത്തോടെ മലിനജലം ശുദ്ധീകരിച്ചാണ് പല രാഷ്ട്രങ്ങളും ജനങ്ങൾക്ക് കുടിവെള്ളം എത്തിക്കുന്നത്. ഏറെക്കുറെ നന്നായി മഴ ലഭിക്കുന്ന കേരളത്തിലെ മഴവെള്ളത്തിൻ്റെ 90% കടലിലേക്ക് ഒഴുകിപ്പോകുകയാണ്. 12% മാത്രമാണ് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഐക്യരാഷ്ട്രസഭ ആഹ്വാനം ചെയ്ത ജലദിനത്തിൻ്റെ പ്രസക്തി. അമൃതാണ് ജലം, ജീവന്റെ ഉറവിടവും നിലനിൽപ്പിന്റെ ആധാരവുമാണ്. ഭൂമിയുടെ ഫലഭൂയിഷ്ഠത നിലനിർത്തുന്ന ഘടകവും ജലമാണ്. കുടിവെള്ളം മുതൽ കൃഷി വരെ, വ്യവസായം മുതൽ വൈദ്യുതി വരെയും ജലത്തെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത്. ജലമെന്ന അനിവാര്യ വിഭവത്തെ, അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി തദടിസ്ഥാനത്തിലല്ല ജനങ്ങൾ പൊതുവെ കൈകാര്യം ചെയ്യുന്നത്. ജലത്തിൻ്റെ അനിയന്ത്രിതമായ ഉപയോഗവും മലിനീകരണവും വ്യാപകമാണ്. ഇത് മനുഷ്യ സമൂഹത്തിൻ്റെ നിലനിൽപ്പിനു തന്നെ ഭീഷണി ഉയർത്തുന്നു. ഈ വസ്തുത ലോകസമൂഹത്തെ ബോധ്യപ്പെടുത്തി ജലസംരക്ഷണത്തിൻ്റെ അനിവാര്യതയിലേക്ക് അവരുടെ ശ്രദ്ധ ക്ഷണിക്കുന്നതിനാണ് എല്ലാ വർഷവും മാർച്ച് 22 ആഗോളതലത്തിൽ ജലദിനം ആചരിക്കാൻ UN ആഹ്വാനം ചെയ്തത്. കാലാവസ്ഥാ വ്യതിയാനമാണ് ലോകം ഇന്നനുഭവിക്കുന്ന മുഖ്യ വെല്ലുവിളികളിലൊന്ന്. ശുദ്ധജല ലഭ്യതയെയാണ് ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഒരിടത്ത് അതിശക്തമായ മഴയും പ്രളയവും അനുഭവപ്പെടുമ്പോൾ മറ്റൊരിടത്ത് കടുത്ത വരൾച്ച. ജലസ്രോതസ്സുകളുടെ സ്വാഭാവിക നിലനിൽപ്പിനെ ഇത് ബാധിക്കുന്നു. ഹിമാലയം ഉൾപ്പെടെ മഞ്ഞുമലകൾ ഉരുകുന്നത് വറ്റാത്ത നദികളുടെ നിലനിൽപ്പിനെ ബാധിക്കുന്നു. ലഭ്യമായ ജലം ശരിയായി ഉപയോഗിക്കാൻ സാധിക്കാത്തതും വലിയൊരു പ്രശ്നമാണ്. പൈപ്പ് ലൈനുകളിലെ ചോർച്ച, കാർഷിക മേഖലയിലെ ജലത്തിൻ്റെ അമിതോപയോഗം, നഗരവൽക്കരണത്തെ തുടർന്ന് കുളങ്ങളും തണ്ണീർത്തടങ്ങളും നികത്തപ്പെടുന്ന പ്രവണത എന്നിവയും ജലപ്രതിസന്ധി സൃഷ്ടിക്കുന്നു. വ്യവസായ മാലിന്യങ്ങളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും നദികളിലും കായലുകളിലും പുറന്തള്ളിക്കൊണ്ടിരിക്കുന്നത് ജലത്തിൻ്റെ ഗുണമേന്മ നഷ്ടപ്പെടുത്തുന്നു. നിർമ്മാണ ജോലികൾക്കും കാർഷികാവശ്യങ്ങൾക്കും ഭൂഗർഭജലം വൻതോതിൽ ഉപയോഗിക്കുന്നത് കിണറുകളിൽ ജലനിരപ്പ് ഭീഷണമാം വിധം താഴാൻ ഇടയാക്കുന്നു. ജലദൗർബല്യം മാത്രമല്ല ഇതിൻ്റെ പ്രത്യാഘാതം. കെട്ടിടങ്ങളുടെ നിലനിൽപ്പ് പോലും അപകടത്തിലാക്കുന്നുവെന്നാണ് പഠനങ്ങൾ കാണിക്കുന്നത്. ഡൽഹി, കൊൽക്കത്ത, മുംബൈ, ചെന്നൈ, ബംഗളൂരു എന്നീ 5 പ്രമുഖ ഇന്ത്യൻ നഗരങ്ങളിൽ നടത്തിയ പഠനമനുസരിച്ച് ജലനിരപ്പിൻ്റെ നിരന്തരമായ താഴ്ച ഈ 5 നഗരങ്ങളിലെ 13 ദശലക്ഷം കെട്ടിടങ്ങളുടെ നിലനിൽപ്പിന് ഭീഷണി സൃഷ്ടിക്കുന്നതായി രാജ്യാന്തര ശാസ്ത്ര മാസികയായ നേച്ചർ സസ്റ്റൈനബിലിറ്റി കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ച പഠന ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു. ഭൂഗർഭജലത്തിന്റെ താഴ്ചയെ തുടർന്ന് ഭൂമിയുടെ നിരപ്പിൽ സംഭവിക്കുന്ന താഴ്ചയാണ് കാരണം. ഭൂമിയിലെ ആകെ ജലത്തിന്റെ 97% കടലിലെ ഉപ്പുവെള്ളമാണ്. ഉപയോഗ്യമായ വെള്ളം 3% മാത്രം. ശ്രദ്ധാപൂർവവും പാഴാക്കാതെയും വിനിയോഗിച്ചാൽ ആഗോള സമൂഹത്തിന്റെ ആവശ്യം നിറവേറ്റാൻ ഇതുതന്നെ ധാരാളം. ഓരോ തുള്ളിയും വിലപ്പെട്ടതാണെന്ന് തിരിച്ചറിഞ്ഞ് ജലസംരക്ഷണത്തിനായി നന്നായി ശ്രദ്ധിക്കുകയും ഉപയോഗത്തിൽ കണിശത പാലിക്കുകയും വേണം. കുളിക്കാനും മറ്റു ശുചീകരണ ആവശ്യങ്ങൾക്കും കാർഷികാവശ്യങ്ങൾക്കും വെള്ളം മിതമായി മാത്രം ഉപയോഗിക്കുക. മഴവെള്ളം ഒഴുകിപ്പോകാതെ തടഞ്ഞു നിർത്തി മണ്ണിലേക്ക് ഇറക്കി വിടുക. പൈപ്പോ ടാപ്പോ പൊട്ടി വെള്ളം ചോർന്നൊലിച്ചാൽ താമസം വിന നന്നാക്കുക. മരങ്ങൾ വെച്ചുപിടിപ്പിക്കുക. മരങ്ങളുടെ വേരുകൾ ജലം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങാൻ സഹായിക്കുന്നു. തുടങ്ങിയവയാണ് ജലസംരക്ഷണത്തിന് നിർദ്ദേശിക്കപ്പെടുന്ന മാർഗങ്ങൾ. ഓരോ വർഷവും ജലദിനാചരണത്തിന് ഐക്യരാഷ്ട്രസഭ വ്യത്യസ്ത പ്രമേയങ്ങൾ മുന്നോട്ട് വെക്കാറുണ്ട്. ജലവും ലിംഗനീതിയുമാണ് ഈ വർഷത്തെ പ്രമേയം. ജലസംരക്ഷണത്തിനു വേണ്ടി കൂടുതൽ പ്രയാസവും കഷ്ടപ്പാടും അനുഭവിക്കുന്നത് സ്ത്രീകളാണെന്ന വസ്തുത കണക്കിലെടുത്താണ് ഈ പ്രമേയം തിരഞ്ഞെടുത്തത്. മിക്ക വീടുകളിലും കുടിവെള്ളം ശേഖരിക്കാനുള്ള ഉത്തരവാദിത്വം സ്ത്രീകൾക്കും കുട്ടികൾക്കുമാണ്. സഹാറൻ ആഫ്രിക്കൻ രാഷ്ട്രങ്ങൾ തൊട്ട് ഏഷ്യയിലെ ഉൾഗ്രാമങ്ങളിൽ വരെ ദശലക്ഷക്കണക്കിന് സ്ത്രീകൾ വെള്ളം ചുമന്നുകൊണ്ടുവരാൻ മാത്രം ശരാശരി 6 മണിക്കൂറോളം ചെലവഴിക്കുന്നതായി യൂണിസെഫ് റിപ്പോർട്ടുകൾ വിലയിരുത്തുന്നു.
ഇതവരുടെ വിദ്യാഭ്യാസത്തെയും ആരോഗ്യത്തെയും ജോലിയെയും ബാധിക്കുന്നുണ്ട്. ആർത്തവകാലത്തെ ശുചിത്വം, സ്കൂളുകളിൽ മതിയായതും സുരക്ഷിതവുമായ ശുചിത്വ സൗകര്യങ്ങളില്ലായ്മ തുടങ്ങിയ കാരണങ്ങളാലും സ്ത്രീകൾ ദുരിതം അനുഭവിക്കേണ്ടി വരുന്നു. ജലസംരക്ഷണം അനിവാര്യമായ ബാധ്യതയാണെന്ന് ഓർമ്മപ്പെടുത്തുന്നതോടൊപ്പം ജലശേഖരണം സ്ത്രീകളുടെ മാത്രം അധ്വാനഭാരമായി മാറുന്ന അവസ്ഥയ്ക്ക് അറുതി വരുത്തണമെന്നും ലിംഗഭേദമില്ലാതെ എല്ലാവർക്കും ആവശ്യത്തിന് വെള്ളം ലഭ്യമാകുന്ന സാഹചര്യം സൃഷ്ടിക്കണമെന്നുമാണ് ഈ വർഷത്തെ ജലദിനം ആഗോള സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്.